ചന്ദ്രകാന്തം ഞാൻ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയാണ്. അത് ഈ മാർച്ച് 1-ാം തീയതി ആ ചിത്രം പുറത്തു വന്നിട്ട് 50 വർഷം പൂർത്തിയായി. ഇങ്ങനെയൊരു കാര്യം വിഷയമാക്കി ശ്രീകുമാർ, എൻ്റെ സുഹൃത്ത് ശ്രീകുമാർ, ഈ സദസ്സ് സംഘടിപ്പിച്ചതിന് ആദ്യമായി ഞാൻ നന്ദി പറയുന്നു. കാരണം ഞാൻ പോലും എൻ്റെ ഫേസ്ബുക്കിൽ പോലും മാർച്ച് 1-ാം തീയതി ചന്ദ്രകാന്തത്തിന് 50 വയസ്സായി എഴുതിയില്ല. അപ്പം എന്നേക്കാൾ എന്നെ സ്നേഹിക്കുന്നവർ മലയാളികളുടെ കൂട്ടത്തിലുണ്ട് എന്നുള്ളത് തികച്ചും അഭിമാനകരമായ അറിവാണ്. 15-ാമത്തെ വയസ്സിൽ മിടുക്കനായ ഒരു കുട്ടി, 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമർത്ഥനായ ഒരു കുട്ടി, കണക്കിന് 100-ൽ 100 വാങ്ങിക്കും, ഫിസിക്സിൽ 100-ൽ 95 വാങ്ങിക്കും, ഇംഗ്ലീഷിൽ പോലും 100-ൽ 90 വാങ്ങിക്കും. അങ്ങനെ ഒരു കുട്ടി ഫീസ് കൊടുക്കാത്തതിനെ പുറത്താക്കപ്പെട്ടു. അതിന് 15 വയസ്സാണ്. അവൻ ക്ലാസ്സിന് പുറത്തിറങ്ങി നിന്ന് കരഞ്ഞു. വേറൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല, അവന് കരയാൻ മാത്രമേ അറിയുള്ളൂ. അന്ന് 10th സ്റ്റാൻഡേർഡിലെ ഫീസ് 6 രൂപയാണ്. 6 രൂപ കിട്ടണമെങ്കിൽ 4 പറ നെല്ല് വിൽക്കണം. 1 പറ നെല്ലിന് 1.5 രൂപയാണ്. അപ്പം അങ്ങനെ പല മാസങ്ങൾ ഫീസ് കൊടുക്കാനില്ലാതെ പുറത്തിറങ്ങി നിന്ന കുട്ടിയുടെ അടുത്തേക്ക് അധ്യാപകൻ വി നാരായണപിള്ള സാർ, അദ്ദേഹത്തെ എനിക്ക് മറക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിന് അറിയാം ഞാൻ പഠിക്കാൻ പഠിക്കാനാണെന്നറിയാം, ഞാൻ വലിയ കുടുംബത്തിൽ ജനിച്ചതാണെങ്കിലും സാമ്പത്തിക ശേഷി കുറവാണെന്നറിയാം. അദ്ദേഹം വന്ന് എൻ്റെ ശിരസിൽ തലോടി, തമ്പി വളരെ വലിയ നിലയിൽ വരും എന്ന് പറഞ്ഞു. ആ കുട്ടി തമ്പിയാണ്, ശ്രീകുമാരൻ തമ്പിയാണ്, ഞാനാണ് ആ കുട്ടി. അന്ന് രാത്രിയിലും നിങ്ങൾ വിശ്വസിക്കില്ല, അന്ന് രാത്രിയിലും എൻ്റെ കണക്ക് പുസ്തകത്തിൽ ഒരു ചതുരം വരച്ച് ആ ചതുരത്തിൽ നിർമ്മാണ സംവിധാനം ശ്രീകുമാരൻ തമ്പി എന്നെഴുതി നോക്കി ആസ്വദിച്ചതാണ് ശ്രീകുമാരൻ തമ്പി. ഫീസ് കൊടുക്കാത്ത ദിവസം അന്ന് രാത്രിയിലും ഞാൻ സ്വപ്നം കാണാതിരുന്നില്ല. എൻ്റെ 33-ാമത്തെ വയസ്സിൽ 18 വർഷം കഴിഞ്ഞപ്പോൾ, അന്ന് എനിക്ക് 15 വയസ്സ്, 18 വർഷം കഴിഞ്ഞപ്പോൾ 33-ാമത്തെ വയസ്സിൽ ആ ഫീസ് കൊടുക്കാത്ത കുട്ടി സ്വന്തം പ്രൊഡക്ഷൻ തുടങ്ങി രാജശക്തി എന്ന പേരിൽ ചന്ദ്രകാന്ത് എന്ന സിനിമ എടുത്തു. 34-ാമത്തെ വയസ്സ് തികയുന്ന മാർച്ച് മാസം 1-ാം തീയതി പടം റിലീസ് ചെയ്തു. അതാണ് ചന്ദ്രകാന്തത്തിൻ്റെ കഥ. ആ 18 വർഷങ്ങൾ ഞാൻ വെറുതെ ഇരുന്നില്ല. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അധ്വാനിച്ചു, സ്വപ്നങ്ങൾ കണ്ടു. ആ സ്വപ്നം സാഫല്യം അടയണമെങ്കിൽ വെറുതെ ഇരുന്നാൽ പോരാ എന്നെനിക്കറിയാമായിരുന്നു. ഞാൻ കഠിന പ്രയത്നം ചെയ്തു. ഡിഗ്രി എടുത്തു കഴിഞ്ഞപ്പോൾ തുറന്ന് പഠിക്കാൻ പഠനമില്ലായിരുന്നു. 1 വർഷം ഞാൻ അധ്യാപകനായി ജോലി നോക്കി. പിന്നീട് ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചു. എഞ്ചിനീയറിംഗ് പഠിച്ചതിന് ശേഷം ഉദ്യോഗസ്ഥനായി. അപ്പോഴും സിനിമ, സാഹിത്യം എന്ന 2 മാധ്യമങ്ങളായിരുന്നു എൻ്റെ മുമ്പിൽ. അത് രണ്ടും ഇല്ലാതെ ഒരു ജീവിതം വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു. സാഹിത്യവും സിനിമയും അല്ലാതെ ഒരു ജീവിതം എനിക്ക് വേണ്ട. അങ്ങനെ 2 വർഷം പോലും തികയുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ അസിസ്റ്റന്റ് ടൗൺ പ്ലാൻ ഉദ്യോഗം രാജിവെച്ചു. എഴുത്തിയാടിയായിരുന്നു, നിങ്ങൾക്കറിയാം, ഉയരത്തിൽ എഴുത്തിയാടിയാൽ കാലൊടിയും. 33-ാമത്തെ വയസ്സിൽ ഞാൻ നടത്തിയ എഴുത്തുചാട്ടമാണ് ചന്ദ്രകാന്തം. കാലൊടിഞ്ഞു, പടം ഓടിയില്ല. രണ്ടാമത് എഴുത്തിയാടി ഭൂഗോളം തിരിയുന്നു എന്നൊരു സിനിമ എടുത്തു. വീണ്ടും കാലൊടിഞ്ഞു, അപ്പോഴും നിർത്തിയില്ല. 3ാമത് എനിക്കിഷ്ടമില്ലാത്തൊരു പടം എടുത്തു, ചട്ടമ്പി കല്യാണി. അത് സൂപ്പർ ഹിറ്റായി. അതുപോലെ ഹിറ്റുകൾ മലയാള സിനിമയിൽ ഉണ്ടായിട്ടില്ല. പലരും പല പടങ്ങളുടെ പേര് പറയുന്നത് ഉണ്ടായിട്ടില്ല. കാരണം
500% ലാഭം കിട്ടിയ പണമാണ് ചട്ടമ്പേക്കറി. 5 ലക്ഷം രൂപ മുതൽ മുടക്ക് 25 ലക്ഷം രൂപ ലാഭം. അങ്ങനെ മലയാള സിനിമയുടെ ചരിത്രത്തിൽ പണം ഉണ്ടായിട്ടില്ല. പലരും പല വീടുകൾ പറഞ്ഞു. ഞാനിത് വായിക്കാൻ പോകാറില്ല. അപ്പോൾ ഞാൻ പഠിച്ച, എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ച പാഠം, തോറ്റാൽ പിന്തിരിയാൻ പാടില്ല. വീണ്ടും വീണ്ടും തോൽക്കും, വീണ്ടും വീണ്ടും ഞാൻ ജയിക്കും എന്ന ഉത്തമ വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോയാൽ, നിങ്ങൾക്ക് ടാലൻ്റ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് സ്വന്തമായി ഒരു അച്ചടക്കം ഉണ്ടെങ്കിൽ അടിവരയിടണം. കാരണം ഇന്നേ വരെ സിനിമയിലും സാഹിത്യത്തിലും ഈ 84 വയസ്സ് ഇതുവരെ ഞാൻ ഒരു തുള്ളി മദ്യം കഴിച്ചിട്ടില്ല, ഒരു സിഗരറ്റ് വലിച്ചിട്ടില്ല. ചന്ദ്രകാന്ത തകർന്നപ്പോൾ മദ്യപിച്ച് മദ്യപാനിയായിട്ട് ബുദ്ധിജീവിയായിട്ട് മാറാമായിരുന്നു. ഞാൻ ബുദ്ധിജീവിയല്ല ഞാൻ. ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഈ ചന്ദ്രകാന്ത ഓർമ്മിച്ച എൻ്റെ സുഹൃത്തിന് ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ചന്ദ്രകാന്ത ഓർമ്മിക്കാനായിട്ട് നിങ്ങളോട് ഞാൻ പറയുന്നു ചില വരികൾ മാത്രം. എല്ലാ ഒരൊറ്റ പടത്തിലെ പാട്ടുകളാണ്. ആ നിമിഷത്തിൻ്റെ നിർവൃതിയിൽ ഞാനൊരാവണിത്തന്നലായി മാറി, പുഷ്പാഭരണം വസന്തദേവന്റെ തിരുവാഭരണം, രാജീവനയനെ നീയുറങ്ങൂ, രാഗവിലോലെ നീയുറങ്ങൂ, സ്വർഗമെന്ന കാനനത്തിൽ സ്വർണമുഖി നദിക്കരയിൽ ശുഭ്രമായി വാഴുന്നു ഞാൻ സുഖമറിയാതെ, ഹൃദയവാഹിനി ഒഴുകുന്നു നീ മധുര സ്നേഹ തരംഗിണിയായി, കാലമാകാശ ഗോപുര നിഴലിൽ, കാലമാകാശ ഗോപുര നിഴലിൽ കൽപ്പന തൻ കളകാഞ്ചികൾ ചിന്തി. ഇതെല്ലാം പ്രതിരോധത്തിന് പാട്ടുകളാണ്. പക്ഷേ കേരള ഗവൺമെന്റ് ശ്രീകുമാരത്തിന് മികച്ച ഗാനകാരനുള്ള അവാർഡ് തന്നില്ല. എല്ലാം കൂടെ ചെയ്തവരങ്ങനെ ആളാകണ്ട, അവന് കൊടുക്കണ്ടെന്ന് പറഞ്ഞു. കഥയും തിരക്കഥയും സംഭാഷണവും പാട്ടും സംവിധാനവും നിർമ്മാണവും എല്ലാം കൂടെ ചെയ്ത് ഒരു ചെറുക്കൻ 33 കൊല്ലം ചെറുക്കനാണ്, അങ്ങനെ ആളാകണ്ട, അവന് അവാർഡ് കൊടുക്കരുത്. പക്ഷെ എന്നിട്ടും ചന്ദ്രകാന്തിന് 2 അവാർഡ് കൊടുക്കാതിരിക്കാൻ സാധിക്കില്ല. മികച്ച സംഗീത സംവിധായകൻ MS വിശ്വനാഥൻ അദ്ദേഹത്തിന് കൊടുത്തു. മികച്ച ഗായിക ആ നിമിഷം നിർമ്മിതിയിൽ പാടിയ S ജാനകി. ഈ വരികളൊന്നും നല്ല രചനയല്ല, അത് ശ്രീകുമാറിന്റെ അവാർഡ് വന്നില്ല. ഈ തിരസ്കാരങ്ങളിലൂടെയാണ് ഞാനിവിടെ എത്തിയത്. അത് പറഞ്ഞത് MA സാനുമാഷ് അധ്യക്ഷനായിരിക്കുമ്പോൾ വയലാർ അവാർഡ് കിട്ടണം ഞാൻ ആഗ്രഹിച്ചു. കാരണം ഞാൻ അദ്ദേഹത്തെ ശരിക്കും പറഞ്ഞാൽ ഭാഷയുടെ ദൈവമാണത് മലയാള ഭാഷയിൽ. അദ്ദേഹത്തിന് കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങണം, അദ്ദേഹം അതിൻ്റെ പ്രസാദിക്ക് അവാർഡ് വാങ്ങണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. 2 വർഷം അതിൻ്റെ സെക്രട്ടറി എനിക്ക് ഫോൺ ചെയ്ത് പറഞ്ഞു, ഈ വർഷം തമ്പിക്കാണ് അവാർഡ്. 3 ദിവസം കഴിഞ്ഞ് പറഞ്ഞു, തമ്പി ഒരു ചെറിയ മാറ്റമുണ്ട്, അടുത്ത വർഷം തരാം. ഒടുവിൽ എനിക്ക് വയനാട് അവാർഡ് കിട്ടിയത് കവിതയ്ക്കല്ല, ജീവിതം ഒരു പെണ്ണിൻ്റെ എൻ്റെ ആത്മകഥയ്ക്കാണ്. കാരണം കവിയായിട്ട് ആരും അംഗീകരിക്കണ്ട, വയനാട്ടിലെ കൂട്ടത്തിൽ കവിയായിട്ടൊന്നും അംഗീകരിക്കണ്ട, ആത്മകഥയ്ക്ക് കൊടുത്തേക്കാം, കൊണ്ടുപോകട്ടെ. കാരണം ആത്മകഥയ്ക്ക് അത്രമാത്രം ജനപ്രീതി നേടി. കാരണം 1200 വരെയുള്ള ഒരു പുസ്തകം, ജീവിതം ഒരു പെണ്ണിലും 1000 പേജുള്ള 1200 വരെയുള്ള ഒരു പുസ്തകം ഒരു വർഷത്തിൽ മധുഭൂമി ബുക്സിൽ നിന്ന് 4 പതിപ്പിറങ്ങി. ഒറ്റ വർഷത്തിൽ ഒരു ആത്മകഥ അങ്ങനെ മലയാളത്തിൽ കിട്ടിയ ചരിത്രമില്ല. അതുകൊണ്ട് ആളുകൾക്ക് പറയും കൊടുത്തേക്കാം എന്ന് പറഞ്ഞ് ഈ വർഷം എനിക്ക് കിട്ടി. അടുത്ത ദിവസം ഞാനിവിടെ അദ്ദേഹത്തിൻ്റെ സാനുഭാഷ കണ്ടത്. കാരണം അദ്ദേഹത്തിൻ്റെ പാദങ്ങൾ തൊട്ട് തൊഴിലിട്ട് ഞാൻ പറഞ്ഞു,
അങ്ങയുടെ കയ്യിൽ വായിക്കാൻ ആഗ്രഹിച്ചു, എനിക്ക് വിധി അനുവദിച്ചില്ല. എന്നാലും ഇത് കിട്ടുമ്പോൾ ഞാൻ അങ്ങയെ കാരണം തോന്നിയത്, അതുകൊണ്ട് ഞാൻ വന്നതാണ്. അതുകൊണ്ട് ഈ പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികൾ, ചെറുപ്പക്കാർ, കൗമാരപ്രായക്കാർ, യുവാക്കളൊക്കെ വിളിക്കുമ്പോൾ അവരോട് പറയുന്നു, സ്വാമി വിവേകാനന്ദൻ പറഞ്ഞൊരു വാചകം, അവഹേളനങ്ങളിലൂടെ മാത്രമേ നമുക്ക് അഭിനന്ദനങ്ങളുടെ സോപാനത്തിലെത്താൻ കഴിയൂ. അവഹേളനങ്ങളിലൂടെ മാത്രമേ നമുക്ക് അഭിനന്ദനങ്ങളുടെ സോപാനത്തിൽ എത്താൻ കഴിയൂ. തിരസ്കാരങ്ങളിലൂടെയാണ് ഞാൻ പുരസ്കാരങ്ങളിലേക്ക് എത്തിയത്. അനവധി തിരസ്കാരങ്ങളിലൂടെയാണ് ഞാൻ പുരസ്കാരങ്ങളിലെത്തി. അപ്പോഴൊന്നും ഞാൻ തോൽവി സമ്മതിച്ചില്ല. ഇപ്പം നേരത്തെ എൻ്റെ സുഹൃത്ത് പറഞ്ഞില്ലേ, വാശിയല്ല, മനസ്സിലെ അഗ്നിയാണ്. ഈ 84 വയസ്സിൽ എനിക്ക് സംസാരിക്കുന്നില്ലേ, ഇപ്പോഴും എൻ്റെ മനസ്സിൽ അഗ്നിയുണ്ട്. അതണഞ്ഞിട്ടില്ല. അതണയുന്നത് ഞാൻ എരിയുന്ന അഗ്നിയോടുകൂടിയായിരിക്കും.